ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് വെച്ചാൽ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളും പിന്നെ മട്ടൻ ബിരിയാണി നല്ല സൂപ്പർ ആയിരിക്കാൻ വേണ്ട കുറച്ച് ടിപ്സും കൂടി ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ മറ്റ് രണ്ട് പിള്ളേർ പോയില്ല കേട്ടോ. അവർക്ക് ചെറിയൊരു ജലദോഷം പോലെ ആയിരുന്നു. അപ്പോൾ മൂത്ത മോനും ഹസ്ബൻഡും കൂടി ഈദ്ഗാഹിന് വേണ്ടി പോയി. ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മട്ടനാണ് വാങ്ങിച്ചത്. ഈ ഒരു മട്ടൻ ഉച്ചക്കലത്തേക്കും ബിരിയാണിക്ക് വേണ്ടി എടുക്കാം. പിന്നെ രാവിലെ കുറച്ച് മട്ടൻ എടുത്ത് കുറുമയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് സവാളയും കറിവേപ്പിലയും ഉപ്പും കൂടിയാണ് ഇട്ടത്. സാധാരണ എല്ലാ പെരുന്നാളിലും ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് പോവാറ്. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുതിയ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തിക്ക് വേണ്ടിയാണ് കുറുമ ഉണ്ടാക്കിയത്. അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കലത്തെ പരിപാടിക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതിപ്പോൾ 6 സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പ് മട്ടനിൽ വേവിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അവസാനം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഒരു 8 10 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയ മിക്സിയാണ് കേട്ടോ. അതിപ്പോൾ കഴുകുന്നൊന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു 5 8 കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അത് സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ചോറിന് വേണ്ടിയാണ് കേട്ടോ. റൈസ് ഒരു 4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ്സിന് 4.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ നല്ലോണം വെന്തിട്ടുണ്ട്. ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും മട്ടൻ നല്ല സൂപ്പറായിട്ട് വെന്ത് ഇരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിതിലേക്ക് പ്രത്യേകിച്ച് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാല പൗഡർ അത് വീട്ടിൽ തയ്യാറാക്കിയത് തന്നെയാണ്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൗഡർ, പിന്നെ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച മട്ടൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ മട്ടൻ വേവിച്ച വെള്ളം മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കി കുറച്ച് വെള്ളം ചോറിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു മട്ടൻ വേവിച്ച വെള്ളം ബിരിയാണിയിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി വേണമായിരുന്നു. അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചോറിലിടുന്നതിന് വേണ്ടി. പിന്നെ ഈ മസാലയിൽ കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഒരു പോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നെയ്യാണ് 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോവ്സും പട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇട്ടത്. പിന്നെ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ചു. പിന്നെ അരിയും കൂടി ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4.5 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എന്ന് വെച്ചാൽ മട്ടൻ വേവിച്ച വെള്ളം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ചോറും കൂടി അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മസാല ചേർത്ത് പൊരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടി വറ്റി വരാനുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് റൈസ് ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ ഒരു പോട്ടിലേക്ക് തന്നെ കറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ദമ്മ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് റൈസും കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റോളം ദം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭയങ്കര ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അടച്ചു വെച്ചത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ എല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചല്ലോ, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വത്തൽമുളകും ആണ് ചേർത്ത് കൊടുത്തത്. തിരിച്ചിടുന്നതിന് മുമ്പാണ് ചേർത്തത്. ഇനിയിപ്പം ഇത് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഈവനിങ് ടൈമിൽ ഞങ്ങളൊന്ന് ബീച്ചിലോട്ട് പോയായിരുന്നു. ഇതെന്താ പൗഡർ വാരി ഇട്ടേക്കുന്നത്? ഡ്രസ്സൊക്കെ എന്താ ഇങ്ങനത്തെ ഡ്രസ്സ്? ഇതെന്താ ഇട്ടേക്കുന്നത്? ഈ ഡ്രസ്സ് മതിയോ? ചെറുതായിട്ടുണ്ട് റഫാൻ, നിന്റെ ആ ടോപ്പ്. ഇത് റഫാൻ എത്ര ഡ്രസ്സ് മാറ്റുമായി? നേരത്തെ ഇട്ടത് മാറ്റിയല്ലേ? ഇത് വേണ്ട കേട്ടോ, അതിട്. എവിടെ ഇറങ്ങുമ്പോഴും കൺഫ്യൂഷൻ ആർക്കാന്നറിയോ റഫാന്. ഇനിയിപ്പോൾ ബീച്ചിലോട്ട് പോകുന്ന വഴി ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ കയറിയായിരുന്നു. അതിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് തന്നെയാട്ടോ കുടിച്ചത്. പഴയിടം അവരുടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് കൊല്ലത്ത് വന്നായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് നിർത്തി. പിന്നെ അതിന് ശേഷമാണ് ബീച്ചിലേക്ക് പോയത്. അപ്പോൾ ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ കൊല്ലംകാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഈവൻസ് ഒക്കെ വരുവാണെങ്കിൽ പോവാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോഴല്ലേ ഈ കുറേ കുട്ടികൾ ബോളൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോൾ ഇപ്പം മമ്മിയുടെ തലയിൽ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അവരുടെ പാരൻസ് ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടൊന്ന് മൈൻഡ് ചെയ്യലോ അല്ലെങ്കിൽ കുട്ടികളെ വാൺ ചെയ്യലോ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ എന്താ വീഡിയോ എടുക്കലൊക്കെ നിർത്തി കേട്ടോ. കാര്യമായിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല. ഞാനും മമ്മിയും കൂടി സൈഡിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ കളിക്കുന്ന കുട്ടികളുടെ അടുത്ത് പാരൻസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അഡ്വൈസ് ചെയ്യാം കേട്ടോ. കാരണം ഇത്ര ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ടൈമിൽ നല്ല വെയിറ്റുള്ള ബോളൊക്കെ ഇട്ട് കളിക്കുവാണെങ്കിൽ ആൾക്കാരുടെ തലയിലൊക്കെ കൊള്ളുവാണെങ്കിൽ അതൊരു ഭയങ്കര ഡേഞ്ചർ അല്ലേ. അപ്പോൾ കുറച്ച് നേരം കൂടി ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഉച്ചക്കലത്തെ ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പം അത് വെച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.